അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ കൂടി പുരോഗമിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി KV ബൈജു നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, ഇതിൽ രണ്ട് സാധ്യതകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിരന്തരമുള്ള ജാതി അധിക്ഷേപം അത് ആത്മഹത്യയിലേക്ക് നയിച്ചതാണോ, അതോ ഈ ലോൺ ആപ്പുകളുടെ സമ്മർദ്ദം വലിയ രീതിയിൽ നിതിൻ അനുഭവിച്ചോ, അതും കാരണമായോ തുടങ്ങിയ പരിശോധനകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ സസ്പെൻഷനിലായ അധ്യാപകൻ റാം, അയാൾ നിരന്തരം പല കുട്ടികളെയും അധിക്ഷേപിച്ചിരുന്നു, റാഗ് ചെയ്തിരുന്നു, വലിയ രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. അത് പലതരത്തിലുള്ള ഹരാസ്മെന്റ് നേരിട്ടിരുന്ന കാര്യം വിദ്യാർത്ഥിനികൾ തന്നെ നമ്മളോടൊപ്പം തുറന്നു പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത്? ഈ വിദ്യാർത്ഥികൾ ഒന്നാകെ അധ്യാപകനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യത്തെയൊക്കെ എങ്ങനെയാണ് കാണേണ്ടത്? രേണുക, നിതിൻ രാജ് തന്റെ അവസാന ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ, അതോടൊപ്പം കുടുംബം ഉന്നയിച്ച ആരോപണം, ഇതെല്ലാം ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന് മുന്നിലാണ്. അല്പസമയം മുമ്പാണ് ഇവിടെ വലിയ തോതിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായത്. അതെല്ലാം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. രാവിലെ ആദ്യം KSUവിന്റെ പ്രതിഷേധ പ്രകടനമായിരുന്നു. വലിയ തോതിലുള്ള പ്രതിഷേധം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. പോലീസ് ബാരിക്കേഡ് മറികടന്ന് ഈ മെഡിക്കൽ കോളേജിന്റെ ഗേറ്റ് വരെ അകത്ത് എത്തുന്ന സാഹചര്യം ഉണ്ടായി. അതിന് തൊട്ടു പിന്നാലെ BJP, ABVP, SFI, AISF, മഹിളാ സംഘടനകൾ തുടങ്ങി വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം അരങ്ങേറിയ ഒരു സ്ഥലമാണിത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ 7 അംഗ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. രേണുക തുടക്കത്തിൽ സൂചിപ്പിച്ചതിനാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ മൊബൈൽ ലോൺ ആപ്പ് വഴി നിതിന് വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടായി എന്ന കാര്യത്തിൽ തർക്കമില്ലാതെ തന്നെയാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം ഈ അധ്യാപകന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ അത് വലിയ തോതിൽ സ്ഥിരീകരിക്കുന്ന രീതിയിലേക്കാണ് കുട്ടികളുടെ മൊഴിയുള്ളത്. അതോടൊപ്പം യുവജന കമ്മീഷൻ അല്പസമയം മുമ്പ് ഇവിടെ നിന്നും മൊഴി രേഖപ്പെടുത്തി ഇവിടുന്ന് പോയിട്ടുണ്ട്. അദ്ദേഹം മൊഴി രേഖപ്പെടുത്തിയപ്പോഴും കുട്ടികൾ അത്തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. വലിയ തോതിൽ ബോഡി ഷെയ്മിങ്, അതുപോലെ ജാതീയമായ അധിക്ഷേപം തുടങ്ങി ഇവർക്ക് വലിയ തോതിൽ ഇത്തരത്തിലുള്ള അധിക്ഷേപം ഇവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത്തരം മൊഴികളെല്ലാം പോലീസിനും നൽകിയിട്ടുണ്ട്, അതോടൊപ്പം യുവജന കമ്മീഷൻ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നിന്നും നിർണായകമായ CCTV ദൃശ്യങ്ങൾ, അതായത് നിതിൻ രാജ് ഏറ്റവും അവസാനം ഈ ഒരു ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പ്രിൻസിപ്പാളിന്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഈ നിതിൻ രാജ് ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രിൻസിപ്പാളിന്റെ മുറിയിൽ ഉണ്ടായ സംഭാഷണം അത് എന്താണെന്നത് ഏറ്റവും പ്രധാനമാണ്. ഇതിൽ വളരെ വേഗം തന്നെ പോലീസിന് ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്താൻ കഴിയുമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രിൻസിപ്പാളിന്റെ മുറിയിലുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം മറ്റു ചില രേഖകളൊക്കെ ശേഖരിച്ചിട്ടുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് നമ്മോട് വ്യക്തമാക്കിയത്. അതായത് വളരെ പ്രധാനമാണ് ഈ കാര്യം.